നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ 4 പേരിൽ ഒതുങ്ങണ ഇക്കാര്യം. തല പോയാലും ഇക്കാര്യം മറ്റൊരാൾ അറിയരുത്. നിന്റെ രൂപത്ത് പോലും എന്നെ കൊണ്ട് വയ്യ കുഞ്ഞേച്ചി. ഗർഭമില്ലാത്ത ഞാനെങ്ങനെയാ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത്? നീ അഭിനയിക്കൊന്നും വേണ്ട. 1-2 ദിവസം കഴിഞ്ഞ സത്യാമ്മ നിന്നെ പ്രസവത്തിനായി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അവിടെ എന്തിനാ നീ അഭിനയിക്കാൻ പോകുന്നേ? അത് അവിടെ ആരുടെയും മുന്നിൽ പോകുന്നില്ലല്ലോ നീ. എന്നാലും പിന്നീട് ഇതെല്ലാം പുലിവാലാവേ ഉള്ളൂ. നമുക്കൊന്നും ഒളിക്കണ്ട. നമുക്കിതെല്ലാം സത്യമ്മയോട് തുറന്നു പറയാം. വരുന്നത് പോലെ വരട്ടെ. നമുക്ക് പറയടേ ക്ഷമ. നിക്ക്. എടി, ഞങ്ങൾ പുറത്തു നിന്നപ്പോ നിനക്ക് അബോഷനായിന്ന് സംശയം തോന്നി സത്യാമ്മയ്ക്ക്. ആ നിമിഷം അവിടെ കുഴഞ്ഞു വീണതാ സത്യാമ്മ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവരെ പരിശോധിച്ച ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? BP കൂടി വീണതാണെന്ന്. ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇനി കാണുക കേൾക്കുകയോ ചെയ്യരുതെന്ന്. ബോധം അറിഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ചായത് നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷെ ജീവൻ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത് ആ സത്യമ്മ എഴുന്നേറ്റ് വരുമ്പോ മുന്നിലേക്ക് ചെന്ന് പറയട്ടെ, നിന്റെ കുഞ്ഞ് അബോഷനായി പോയിന്ന്. എനിക്കൊന്നും അറിയില്ല കുഞ്ഞേച്ചി. ശാലിനി, നോക്കമ്മേ, എല്ലാം പറഞ്ഞതുപോലെ ആരും ഒന്നും അറിയാൻ പാടില്ല. അത് മോളെ, സത്യമ്മയുടെ ജീവനും കൂടി വെച്ച് കളിക്കാൻ വയ്യ എനിക്ക്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ മോളെ, നിന്റെ ജീവിതോടെ നിനക്ക് സത്യമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരേ ഒരു വഴിയല്ലേ ഈ കുഞ്ഞ്. സീമന്തത്തിന്റെ സമയത്ത് നീ ഗർഭിണിയായിരുന്നു എന്നറിഞ്ഞ സത്യമ്മ എല്ലാം ക്ഷമിക്കൂടി. ക്ഷമിക്കാൻ സത്യമ്മ ഉണ്ടായിട്ട് വേണ്ടേ? ഇവളുടെ കാര്യം അറിയുമ്പോ തന്നെ അത് താങ്ങാൻ വയ്യാതെ സത്യമ്മ. അമ്മേ, ഞാൻ പറയുന്ന പോലെ ചെയ്ത ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. എനിക്കൊന്നും അറിയില്ല. ശാലിനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതെല്ലാം നാളെ ഉണ്ടായിരിക്കും. പിന്നെ എന്റെ വയറ്റിലെ കുഞ്ഞ് അത് ഇന്നൊരു ദിവസം ഉണ്ടായ പ്രതീക്ഷയാ. അതെന്റെ കൂടെ പിറപ്പിന് കൊടുക്കാൻ അമ്മ സമ്മതിക്കണം. നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പ്ലീസ്. എന്റെ പൊന്നു മോളെ, പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.